അതെടുക്കാൻ സമയം ചേച്ചി ഇവിടെ നമ്മൾ 5 പേരേ ഉള്ളൂ. ഇപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ അമ്മയില്ല. അപ്പൊ അമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം സെൻസസ് എടുക്കാൻ ചേച്ചിമാര് വന്നിട്ടുണ്ട്. എടാ സെൻസസ് എന്ന് പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ഓരോ 10 വർഷം കൂടുമ്പോഴും എടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ത്രീശാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഉണ്ടല്ലോ. അപ്പം അവരെല്ലാവരെയും വെച്ചാൽ 1000 ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികളുണ്ടെന്ന് നമ്മുടെ ഗവൺമെന്റ് അറിയാം. അപ്പോൾ അതൊക്കെ ശേഖരിക്കുകയാണ് അതിൻ്റെ കണക്കെടുക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയും. മനസ്സിലായോ? എല്ലായിടത്തും കണക്കാ. ഇത് പിന്നെ കണക്കല്ലേ? എല്ലായിടത്തും ഒന്ന് കണക്കാ. H2O-യിലെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ 2:1 എന്ന അനുപാതത്തിലാണ്. ഓ ചേച്ചിക്കുണ്ടോ അനുപാതം? ഞാൻ കളിക്കാൻ പോകും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. പിന്നെ എന്താ റേഷ്യോ പ്രൊപ്പോർഷൻ? അംശബന്ധവും അനുപാതവും. കേട്ടിട്ടുണ്ടോ? അംശബന്ധം അനുപാതം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടേക്കുന്നേ? ടീച്ചർ, നമ്മള് രാവിലെ കഴിക്കുന്ന ഇഡലിയില്ലേ, അത് അനുപാതത്തിലാ. അതിനകത്ത് 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെന്ന അനുപാതത്തിലാ ഉള്ളത്. ഇതെനിക്ക് എന്റെ അമ്മ പറഞ്ഞു തന്നതാ. പിന്നെ സർവേ ഇല്ലേ, നമ്മൾ സർവേ എടുക്കാൻ ചേച്ചിമാർ വീട്ടിൽ ഇരുത്തില്ലേ, അവര് അനുപാതം എന്താ ശരിയാ പിന്നെ നമ്മള് സർവേ എടുക്കാൻ വരത്തില്ലേ ചേച്ചിമാരെ വീട്ടില്, അവര് അനുപാതത്തെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എന്റെ ചേട്ടൻ എനിക്കിത് പറഞ്ഞു തന്നതാ. ടീച്ചറെ, ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറയാം. The relationship between two numbers represented as a quotient is called a ratio. ഇപ്പം പാർവതി ഒരു ഡെഫിനിഷൻ പറഞ്ഞു. താനും നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് റേഷ്യോ പ്രൊപ്പോർഷൻ വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? വേറെ ഈ റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് വേറെ ആർക്കെങ്കിലും പറയാൻ
ഭാവിയെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വേറെ ആർക്കാ പറയാൻ പറ്റുക? തന്നൂര് വേണേ പറയാം കേട്ടോ. എനിക്കങ്ങനെ ഒന്നുകൂടെ അറിയാം. ആണോ? തന്നു പറയുന്നത് കേട്ടെ. നമ്മള് കുടിക്കുന്ന വെള്ളമില്ലേ, അതും അനുപാതത്തില. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ചേരുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അതും അനുപാതത്തില. ഇതെനിക്കൊന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ തന്നു പറഞ്ഞതും പാർവതി പറഞ്ഞതും എല്ലാവരും കേട്ടല്ലോ. ടീച്ചർ പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണേ. 2 നമ്പറുകൾ നിങ്ങളുടെ കയ്യിൽ തരുവാണ്. അതിന്റെ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് റേഷ്യോ എന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഇപ്പൊ തനിമോൾ പറഞ്ഞ പോലെ 2 ഗ്ലാസ് അരിക്ക്, എല്ലാവരും ഇഡ്ഡലി ദോശ കഴിക്കുന്നവരില്ലേ, 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പൊ 2 എന്ന് പറയുന്ന നമ്പറും 1 അരിയും ഉഴുന്നും ഏത് റേഷ്യോയിലാണ്, ഏത് അംശബന്ധത്തിലാണെന്ന് പറയും? 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പൊ 2 1 2:1 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. 2 അംശബന്ധം 1-ലാണ് അരിയും ഉഴുന്നും ഉള്ളത്. പിന്നെ ഏത് എക്സാമ്പിളാ പറഞ്ഞത്? അഭിരാമി പറഞ്ഞേ. തനി പറഞ്ഞ വേറൊരു ഉദാഹരണം ഏതായിരുന്നു? H2O അല്ലേ? എത്ര ഹൈഡ്രജനും എത്ര ഓക്സിജനും ഉണ്ടെന്ന് പറഞ്ഞേ? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ അല്ലേ? എന്താ പറഞ്ഞേ? ഉദാഹരണം പറഞ്ഞേ. സ്ത്രീ പുരുഷ അനുപാതം. എന്നാ മോള് പറഞ്ഞേ, ഈ ക്ലാസ്സിൽ ഏത് അംശബന്ധത്തിലാണ് ഇവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ളതെന്ന് പറഞ്ഞേ. എത്ര പെൺകുട്ടികളുണ്ട്? തെറ്റിയായി പറഞ്ഞേ. എത്ര പേരുണ്ട് ഈ ക്ലാസ്സില്? 1 2 3 4 5 6 7 8 9 10 പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുണ്ട്? 2 ആൺകുട്ടികൾ അല്ലേ? പിടിക്കും. അപ്പൊ ഈ ക്ലാസ്സിൽ, നമ്മുടെ ഈ 6ാം ക്ലാസ്സിൽ ഈ 6Bയിൽ എത്ര പെൺകുട്ടികളുണ്ട്? 10. എത്ര ആൺകുട്ടികളുണ്ട്? 2. അപ്പൊ 10:2 എന്ന അംശബന്ധത്തിലാണ് ഈ 6Bയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം. ഇതുപോലെ കുറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുപിടിച്ചൂടെ? അപ്പൊ എല്ലാവരും നാളെ വരുമ്പം ഓരോ ഉദാഹരണം വെച്ച് കൊണ്ടുവരണം കേട്ടോ. അംശബന്ധത്തിന്റെ ഓരോ ഉദാഹരണം വെച്ച് കൊണ്ടുവരണം. അൽഫീന്ദ കൊണ്ടുവരുത്തില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം എന്തോരം ഉദാഹരണങ്ങൾ തന്നെ പറഞ്ഞു. ഇതുപോലെ പാർവതിയുടെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങളും ഒരുപാട് ഉദാഹരണം കൊണ്ടുവരുമ്പോൾ 12 ഉദാഹരണങ്ങൾ കിട്ടും അല്ലേ? അപ്പൊ നിങ്ങളുടെ നിത്യ ജീവിതത്തിലുള്ള 12 ഉദാഹരണങ്ങൾ. അപ്പൊ ഈ മാത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിത്യ ജീവിതത്തിലൂടെ എന്നും കടന്നു പോയിക്കൊണ്ടിരിക്കല്ലേ അല്ലേ? മാത്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടോ? അപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരുപാട് ഗണിതത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോഴേ ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഉദാഹരണങ്ങള് ടീച്ചർ വരുമ്പോഴത്തേക്കും കളക്ട് ചെയ്ത്, ആരാ കളക്ട് ചെയ്യുക ഉദാഹരണങ്ങള്? ശിവ കളക്ട് ചെയ്യോ? ശിവ കളക്ട് ചെയ്ത് നിങ്ങൾ ആരും കോമൺ ആയിട്ടുള്ളത് എഴുതിയിട്ട് വരരുത് കേട്ടോ. ശിവ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ടീച്ചർ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു ടീച്ചർ.